ഹലോ, അത്തത്തിൻ്റെ തലേ ദിവസത്തെ ഒരു ചെറിയ കലാപരിപാടിയാണേ. ഒരു തറ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്ത ആകെ വിഷയമാണ്. മുറ്റത്ത് കുളം പോലെ വെള്ളം നിൽക്കും. അപ്പോൾ പിന്നെ ആണെങ്കിലോ പൂക്കളമൊന്നും കാണാനും പറ്റില്ല. അങ്ങനെ രണ്ടാളും ചളിയിൽ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പൂസ് ചളിയിലൊന്ന് വഴുക്കി വീണതേ ഓർമ്മയുള്ളൂ. വാവക്കുട്ടൻ അവനെ ആകെ ചളിയിൽ കുളിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു തറ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ഷേപ്പാക്കി ഞാൻ എടുത്തു. അത്ര കറക്റ്റൊന്നും ആയിട്ടില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ആകാശത്തേക്കൊന്ന് നോക്കിയേ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. എൻ്റെ മനസ്സിലൊരു സാഹിത്യം തന്നെ പറയട്ടെ. നാളത്തെ ഈ പൊന്നിൻ മാസത്തിലെ അത്തത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഭൂമി മാത്രമല്ല ആകാശം കൂടി റെഡിയായി നിൽക്കുകയാണ്. അത്തത്തിൻ്റെ അന്നേക്ക് പൂക്കളിടാൻ അച്ഛനും അച്ഛമ്മയും നിറയെ പൂക്കളിടുന്നുണ്ട്. എന്നാലും വാവക്കുട്ടനും അപ്പൂസിനും വീട്ടിലെ പൂക്കളും കൂടി പറിക്കണം. അത് നോക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടേ. ഒന്ന് നോക്കിയേ, പാടത്തും പറമ്പിലെ എല്ലാ താരും തളിരും പൂത്ത് തളിർത്ത് നിൽക്കുകയാണ്. എന്ത് മനോഹരമാണ് ചിങ്ങമാസത്തിലെ ഈ കാഴ്ച. ഈ പകലിനും ഈ വെയിലിനും ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് മാത്രമാണാവോ ഇങ്ങനൊരു തോന്നൽ. എല്ലാവർക്കും ഉണ്ടെന്നറിയാം. ഈ പൂക്കളൊക്കെ ഇങ്ങോട്ട് വിരിഞ്ഞ് നിന്നാൽ തന്നെ ഒരു പ്രത്യേക വൈബാണ് അല്ലേ. എന്ത് വൈബാണാവോ? ഓണം വൈബായിരിക്കും. അങ്ങനെ കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം രണ്ടാളും കൂടി പൂക്കൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വരച്ചു കൊടുത്ത ഷേപ്പ് വേറെ, അവരിട്ട് വന്ന ഷേപ്പ് വേറെ. എന്തായാലും ഈ കളർ കോമ്പിനേഷൻസും കൂടി ആയപ്പോൾ സൂപ്പറായിട്ട് കണ്ണ് നല്ല കുളിർമ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ പൂക്കൾ ഇഷ്ടപ്പെട്ടാൽ പറയണേ.